2026 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരു കാരണം കൂടി. മക്കളെ, ഈ നോട്ടിഫിക്കേഷൻ വിട്ടുകളയരുത്. മക്കളെ, ഇന്ന് തന്നെ ഈ നോട്ടിഫിക്കേഷന് അപേക്ഷ സമർപ്പിക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് പരീക്ഷ കാറ്റഗറി നമ്പർ 269/2025. അവസാന തീയതി ഒക്ടോബർ 3 ആണ്. 3-ന് മുന്നേ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതൊരു ബിരുദവും ഇതിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ തന്നെയാണ്. അപ്പോൾ കോമൺ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ ആയിരിക്കും ആദ്യത്തെ പരീക്ഷ നടക്കുക. അതിനുശേഷം മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ വളരെ വലിയൊരു വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോഴത്തേക്കും പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ലോ ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ്. നമ്മുടെ റാങ്കുകൾ നിർണ്ണയിക്കുന്നുള്ള ചെറിയൊരു വ്യതിയാനം മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷേ മെയിൻസ് പരീക്ഷയുടെ കാര്യം വരുമ്പോൾ സംഗതി കുറച്ച് ഡിഫറൻ്റ് ആണ്. കാര്യം 50 മാർക്കിന് നമുക്ക് നിയമത്തിന്റെ ഭാഗങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്തരത്തിലെ മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു സിലബസ് വന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ 1-ാം റാങ്കിന്റെ മാർക്ക് 51 മാർക്കായിരുന്നു. കട്ട് ഓഫ് മാർക്ക് 35 മാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിംസ് പാസ്സാവലാണ്. അതിനുശേഷം മെയിൻസിന് വേണ്ടി നമുക്ക് സമഗ്രമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. കാരണം അതിനുവേണ്ടി സീരിയസ് ആയിട്ട് നോക്കുന്ന കാൻഡിഡേറ്റ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് എല്ലാം വന്നത്. സാലറി സ്കെയിൽ മറക്കണ്ട, 39,300 മുതൽ 80,000 മുകളിലേക്ക് വരെ പോകുന്ന ബേസിക് പേ ആണ് നമ്മുടെ സാലറി സ്കെയിൽ. അപ്പൊ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. നാളിതുവരെ കൈവച്ച എല്ലാ മേഖലകളിലും ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കുകളിലേക്ക് ഉയർത്തിയ സഹകാരിയുടെ വ്യത്യസ്തമായ സ്ട്രാറ്റജിയെക്കുറിച്ച് സൗജന്യ ഗൂഗിൾ മീറ്റ് സെഷനിലൂടെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ഡിഗ്രി പ്രിലിംസ് എന്ന കോഡിലൂടെ വാട്സ്ആപ്പ് ചെയ്യുക. അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്താലും മതിയാകും.